5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞ് തെളിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ രംഗത്ത് വന്നു. തൃണമൂലിന്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല, ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ല, അത് പാട്ട് ഉപയോഗിക്കാൻ പാടില്ല, മമതയുടെ മമതാബാറിന്റെ ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള ക്രിക്കറ്റ് താരത്തെ കൊണ്ടുവരാനായി അൻവർ പണിയുന്നു. ക്രിക്കറ്റ് താരം വരുമെന്നും കേൾക്കുന്നു. അതൊരു വശത്ത് നടക്കുന്നു. മറുവശത്ത് അവിടെ PDP വന്നിട്ട് LDFന് എന്ത് കൊടുക്കുന്നു? പിന്നെ പിന്തുണ കൊടുക്കുന്നു. LDFന് PDP പിന്തുണ കൊടുക്കുന്നു. ഉടൻ തന്നെ ഗോവിന്ദ മാഷ് പറയുന്നു അത് മതേതര പാർട്ടി ആയി കഴിഞ്ഞു, അവർ പഴയ PDP അല്ല, പുതിയ PDP ആണ്. സ്വരാജ് പറയുന്നു അവർ നിലപാട് ഇന്നലെ രാത്രി മാറ്റി. അങ്ങനെ സ്വരാജിനെ വിളിച്ച് ഇന്നലെ രാത്രി ഒരു 10-11 മണിയായപ്പോൾ പറഞ്ഞു, സ്വരാജെ നമ്മൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്, ഇനി ഞങ്ങൾ അങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ നിലപാട് മാറ്റിയെടുത്തു. അപ്പോഴാണ് ഇപ്പുറത്ത് നമ്മുടെ സതീശൻ ചേട്ടൻ വെറുതെ ഇരിക്കും. അപ്പുറത്ത് തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ കരിക്കെങ്കിലും പൊട്ടിക്കണ്ടേ, അല്ലെങ്കിൽ ചിരട്ടയെങ്കിലും എടുത്ത് ശബ്ദം ഉണ്ടാക്കണ്ടേ. അവിടെ PDP കയറിയപ്പോൾ ഇവിടെ നമ്മൾ ഉടനെ വെൽഫെയർ പാർട്ടിയെ ഇങ്ങോട്ട് കയറ്റി. അത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുള്ള പാർട്ടി. അതിന് സതീശൻ ഉടനെ ട്രോൾ ഇറക്കി. അല്ലെങ്കിൽ സതീശന്റെ പ്രസ്താവന വന്നു, പഴയ വെൽഫെയർ പാർട്ടി അല്ല, ഇപ്പൊ അവർ പുതിയ വെൽഫെയർ പാർട്ടിയാണ്. അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രമല്ല, അതിനകത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരുമുള്ള, ദളിതന്മാരും ആദിവാസികളും എല്ലാമുള്ള വളരെ മതേതര പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് സതീശന്റെ വക ട്രോളും വന്നു, അല്ലെങ്കിൽ സതീശന്റെ വക അഭിപ്രായം വന്നു. അങ്ങനെ നല്ല രസകരമാണ് ഇപ്പോൾ അവിടെ ഉള്ള വോട്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി കൂടെ ആരുമില്ലെങ്കിലും ഒരു ഹിന്ദു മഹാസഭ, ഭാരതീയ ഹിന്ദു മഹാസഭ, അങ്ങനെ ഒരു ഹിന്ദു മഹാസഭ വന്നിട്ടുണ്ട്. അവരാദ്യം മത്സരിക്കാൻ തീരുമാനിച്ചു, പിന്നെ ഇപ്പോൾ അവർ LDFനെ പിന്തുണുന്നു. അത് മനസ്സിലാവാത്തൊരു രാഷ്ട്രീയമാണ്. സാധാരണ അവർ UDFനാണ് പിന്താങ്ങുന്നത്, അല്ലെങ്കിൽ BJPക്ക് അവിടെ കാൻഡിഡേറ്റ് ഉണ്ട്. ഇനി BJP കാൻഡിഡേറ്റ് മുസ്ലിം ഇതായതുകൊണ്ടാണോ, ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ? ഓ അല്ലല്ലോ, കോൺഗ്രസ് കാൻഡിഡേറ്റ് മുസ്ലിം അല്ലേ. ആകപ്പാടെ നിൽക്കുന്ന ഹിന്ദു കാൻഡിഡേറ്റ് സ്വരാജാണ്. എന്തായാലും ഹിന്ദു മഹാസഭയുടെ ഒരു പിന്നെ ഹിന്ദു ഐക്യവേദി അല്ല, ഭാരതീയ ഹിന്ദു മഹാസഭ, അങ്ങനെ ഒരു സംഘടനയുണ്ട്. അവരുടെ പിന്തുണ, അവർക്ക് ആളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അവരുടെ ഒരു പിന്തുണ സ്വരാജിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വരാജിന് ചുരുക്കത്തിൽ ന്യൂനപക്ഷ വർഗീയതയുടെ പിന്തുണയും കിട്ടി, ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയും കിട്ടി. അത് സ്വരാജ് എന്തായാലും ലക്കടിച്ചിട്ടുള്ള ആളാണ്. ന്യൂനപക്ഷത്തിന്റെയും കിട്ടുന്നു, മുസ്ലിം പക്ഷത്തിന്റെയും കിട്ടുന്നു, ഹിന്ദുക്കളുടെ പക്ഷത്തെയും. ഇനിയിപ്പോ പിന്നെ നമ്മുടെ മുനമ്പ കേസുമായി ബന്ധപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ പക്ഷം കൂടെ പിടിക്കാൻ പറ്റിയാൽ എല്ലാമായി സകല കല പരിപാടികളും സ്വരാജിന്റെ കൂടെയായി. ഇപ്പുറത്താണെങ്കിൽ ഒരു 10,000 വോട്ടെങ്കിലും പിടിച്ചുകൊണ്ട് ഇതിനെങ്ങനെയാണ് കലക്കി തിരിക്കുക എന്ന് പറഞ്ഞ് അൻവർ സാറ് മുന്നിലുണ്ട്. അൻവർ സാർ മുന്നിലുള്ളപ്പോൾ അത് നമ്മുടെ സ്വരാജിന് കിട്ടേണ്ട വോട്ടാണ് അദ്ദേഹം കൊണ്ടുപോകുന്നതെങ്കിൽ സ്വരാജ് തോറ്റുപോകും. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ട വോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അദ്ദേഹം തോറ്റുപോകും. ആരുടെ വോട്ടാണ് അൻവർ പിടിക്കുന്നു എന്നതിനനുസരിച്ചാണ് നിലമ്പൂർ രാഷ്ട്രീയം തിരിയാൻ പോകുന്നത്. എന്തായാലും കേരള കോൺഗ്രസിന്റെ ഉണ്ടായിരുന്ന മോഹൻ ജോർജ് BJP ചേർന്ന് അദ്ദേഹം കുറച്ച് വോട്ട് എന്തായാലും കൂടുതൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു 7,000 എന്നുള്ളത് 8,000 മറ്റു പിടിച്ചത് ഒരു 10,000 വരെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും ആരുടെ വോട്ട് പിടിക്കും എന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഓരോ ദിവസം കഴിയും തോറും വളരെ സംഘർഷാത്മകമായ രീതിയിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ അൻവർ സാഹിബ് രാഷ്ട്രീയം വിടുന്നു എന്നും കേൾക്കുന്നു. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ പോകുന്ന ഒരു വാർത്തയുണ്ട്, രാഷ്ട്രീയം വിടുന്നു എന്നൊരു വാർത്തയുണ്ട്. എന്തായാലും അതിനകത്ത് വേറെ കാര്യമില്ല. കാരണം ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ അപ്പോഴപ്പോഴപ്പോഴും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് ഇത് എപ്പോൾ എന്ത് നിലപാടാണ് പുള്ളി പറയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് പുള്ളി ആദ്യം നമ്മൾ അൻവർ സാർ ആദ്യം പിന്നെ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി CPM ആയിട്ട് പിണങ്ങി, പിന്നെ അത് കഴിഞ്ഞ് UDF പോയി, അതൊന്നും ക്ലച്ച് പിടിച്ചില്ല എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി, അതുവഴി UDF പോകാൻ ശ്രമിച്ചു, അസോസിയേറ്റ് പാർട്ടിയായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ആകെ ജഗപൊക. പിന്നെ ഇടയ്ക്ക് ഒരു മുന്നണി, പ്രതിപക്ഷ മതേതര ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടാക്കി. ഒരു ലെവലും ഇല്ലാത്ത പ്രവർത്തനമാണ് അൻവറിന്റെ കാര്യം. എന്താണ് ചെയ്യുന്നതെന്ന് അൻവറിന് പോലും ഒരു പിടിയില്ലാത്ത രീതിയിലാണ് അൻവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ച് യാതൊരു ധാരണയുമുള്ള ആളല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പണമൊക്കെ ഉണ്ടായി, നല്ലൊരു സമ്പന്നനാണ്, അതിൻ്റെതായ രീതിയിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ബിസിനസ് മോഡൽ ഇതെല്ലാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പൊളിറ്റിക്സ് വേറെ, ബിസിനസ് വേറെ. അദ്ദേഹം നല്ല വ്യവസായി ആയിരിക്കും, പക്ഷെ നല്ല രാഷ്ട്രീയക്കാരനല്ല എന്ന് ഓരോ നിമിഷവും ഓരോ പത്രസമ്മേളനത്തിലൂടെയും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പുതിയ പുതിയ മാനങ്ങളിലേക്ക് വളരുന്നു. ഇപ്പോഴവസാനം കിട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്, ഈ സ്റ്റേഡിയത്തിലേക്ക് വർഗീയ ടീമുകളും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവരും ബാറ്റുമായി വന്നു. ഇനി ആരൊക്കെ 6 അടിക്കും, 4 അടിക്കും, ആരൊക്കെയാണ് ബൗണ്ടറിക്ക് വെളിയിലാവുക, ഏത് വിക്കറ്റാണ് ഹിറ്റ് ആവുക, ഒരു പിടുത്തവുമില്ല. നമുക്ക് കാത്തിരിക്കാം.
തെരഞ്ഞെടുപ്പിന്റെ ദിവസം വരെ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് രാവിലെ നോക്കാം ആരാണ് നിലമ്പൂരിൽ ഗോളടിക്കുക.